പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമാതാവിന്റെ ജന്മതിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ 8 നോമ്പില് നമ്മൾ എടുത്തിട്ടുള്ള പ്രാശ്ചിത്ത പ്രവൃത്തികള്, ജപമാലകള്, പരിത്യാഗ പ്രവൃത്തികള്, അതെല്ലാം കൃപയായിട്ട് അമ്മ വഴി യേശുവിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ ഈ 8 നോമ്പ് തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുമെന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഗബ്രിയേൽ ദൂതന്റെ ഒരു ദൂത്. അല്ലെ സഹോദരങ്ങളെ, നമുക്ക് 8000-ലധികം വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇത് നിറവേറപ്പെടേണ്ടവയാണ്. കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ കൈവിടുകയില്ല. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായിരിക്കും, നമുക്ക് രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളായിരിക്കും. പക്ഷെ എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഈ ഒരു ബോധ്യമാണ് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അമ്മ ശരിയായി നമ്മൾ ആശ്രയിക്കാൻ പറ്റാവുന്ന സ്വർഗം നൽകിയ അമ്മയാണ്. ഭൂമിയിലെ അമ്മയല്ല പരിശുദ്ധ കന്യകാമാതാവ്, സ്വർഗത്തിന്റെ അമ്മയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇങ്ങനൊരു പ്രചോദിതമായി ഇങ്ങനൊരു സുഹൃത ജപം, സ്വർഗം നൽകിയ സുഹൃത ജപം അവർക്ക് സ്വീകരിക്കാൻ പറ്റിയത്. അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഈ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പെട്ടത് തിരുനാളാഘോഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഫെസ്റ്റിവലായിരിക്കാം. ചിലപ്പോഴെങ്കിലും നമ്മുടെ കൃപയെ നഷ്ടപ്പെടുത്തുന്ന ആഘോഷങ്ങൾ വേണം സഹോദരങ്ങളെ, കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ കൃപാജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ആഘോഷങ്ങളെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും ഒരു ശാശ്വതമായ ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഫ്രാൻസിസ് പാപ്പ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും അവരുടെ ജീവിതത്തിൽ, അച്ഛാ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ മാതാവിനോട് ചേർന്നോട് പ്രാർത്ഥിക്കും. ആ ജപമാല ചൊല്ലിക്കഴിഞ്ഞതോടുകൂടി അമ്മ ഞങ്ങളെ ഏറ്റെടുക്കും. ആ വാക്കുകളാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യം നോക്കിയിട്ടൊന്നല്ല അവർ പറയുന്നത്. പക്ഷെ അമ്മ ഞങ്ങളെ ഏറ്റെടുക്കുന്ന അവസ്ഥ. ഇത് പ്രിയ സഹോദരങ്ങൾ, വിജാതീയ മക്കൾക്ക് ഇത് മനസ്സിലാവുന്നത് പലപ്പോഴും സ്വജാതീയരായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ഈ 8 നോമ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാവുന്നെന്ന് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യുക. ഇന്നലത്തെ കുടുംബ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. എത്ര വിരസമായിട്ടും അലസമായിട്ടും. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിനൊരു ഓജസ്സും തേജസ്സും എന്ന് പറയുന്ന സംഭവങ്ങളില്ല എന്നതിൻ്റെ കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാത്തതല്ല. നമുക്ക് ആരോഗ്യമുണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ശൂന്യത നിറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധമ്മയെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാൻ സഹോദരങ്ങളെ. അമ്മയെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്ന കാര്യം നിസ്തർക്കമാണ്. ഹല്ലേലൂയ. അതാണ് ഒരുപാട് പറയാതെ മറിയത്തെ ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവൾ ശ്രദ്ധിക്കാതിരിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും വലിയ ആവശ്യമാണ് നമ്മുടെ തലമുറയുടെ വിശുദ്ധീകരണം. നേരത്തെ 2 യൂത്തന്മാരെ വിശുദ്ധരെ കുറിച്ചിട്ട് നമ്മൾ കേട്ടില്ലേ പ്രിയ സഹോദരങ്ങളെ? നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല അല്ലെ? എന്ത് വിശുദ്ധി, എന്ത് പ്രാർത്ഥന, ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും കണ്ണീരോടെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ ഇന്റൻഷൻ ഒരു ഭൗതികമായ ഒരു നേട്ടമായിരിക്കരുത്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. എല്ലാവർക്കും നല്ലൊരു പരിശുദ്ധാമ്മയുടെ ജനത്തിൽ നല്ല പ്രാർത്ഥനകളും തരികയാണ്. ഈശോയെ കുറെ കൂടി സ്നേഹിക്കാൻ വേണ്ട കൃപ അമ്മയുടെ ബാധ്യസ്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ 8 നോമ്പിന്റെ പൂർത്തീകരണത്തിൽ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തില് അമ്മയോട് ചേർന്ന് ഓരോ പ്രഭാതത്തിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഓരോ സായാഹ്നത്തിലും കുടുംബ പ്രാർത്ഥനയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, അമ്മ വഴി കുറെ കൂടി യേശുവിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിൻ പ്രിയദാസി നിൻ സവിധേ